ഫോറൻസിക്കിന്റെ ഈ പ്രാഥമിക റിപ്പോർട്ട്, അതായത് ഷോർട്ട് സർക്യൂട്ട് അല്ല ഈ തീപിടുത്തത്തിന് കാരണമെന്ന പ്രാഥമിക റിപ്പോർട്ട് വരുമ്പോൾ തിരുത്താൻ തയ്യാറുണ്ടോ? ഇവിടെ നമ്മളൊരു അറിയാത്തൊരു വിഷയത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് വളരെ ഗൗരവമേറിയ കാര്യം. ഫോറൻസിക് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച റിപ്പോർട്ടല്ല. നമുക്കറിയാം അത് വളരെ കൃത്യമായി രഹസ്യ സ്വഭാവത്തോടു കൂടിയുള്ള ഷീൽഡ് റിപ്പോർട്ടാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് എനിക്കോ നിങ്ങൾക്കോ 24 ന്യൂസിനോ കേരളത്തിലെ മാധ്യമങ്ങൾക്കോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനോ പ്രതിപക്ഷ നേതാവിനോ പറയാൻ വേണ്ടി പറ്റില്ല. യഥാർത്ഥത്തിൽ ഞാനൊന്ന് പറയട്ടെ, ഇവിടെ വളരെ നിങ്ങൾ തന്നെ ഇപ്പോൾ കൊടുത്തൊരു വാർത്ത കണ്ടാൽ ഒരു നാട് സ്നേഹിക്കുന്ന മാതാപിതാക്കളില്ലാത്ത നാടിന്റെ പുത്രനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പിടിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് RSSുമായുള്ള ബന്ധം പിടിക്കപ്പെടുന്നു. അത് ഇന്നലെയും ഇന്നുമായി നിങ്ങളുടെ ചാനൽ ചർച്ച ചെയ്തിട്ടില്ല. ഉത്തർപ്രദേശിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കർഷക സമരവും ദളിത് യുവതിയെ കൊലപ്പെടുത്തിയതും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവങ്ങളും അതുമായി ബന്ധപ്പെട്ട തുടർച്ചയായി ദളിതർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും പീഡനങ്ങളും അതിന് BJPയുടെ സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന സൗകര്യവുമെല്ലാം ഇന്നോ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. സഖാവ് സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഇന്ന് അവിടെ പോയ വിഷയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഒട്ടേറെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇടപെടലുകൾ ഇന്ന് വേണമെങ്കിൽ ചർച്ചയ്ക്ക് വെക്കാമായിരുന്നു, വന്നിട്ടില്ല. അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കോടതിയിൽ രഹസ്യ സ്വഭാവത്തോടു കൂടി ഫോറൻസിക് വിഭാഗം കൊടുത്തു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടിനകത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പരാമർശം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. തുടക്കത്തിൽ തന്നെ ഞാൻ പറയട്ടെ, ഇത് എവിടെ നിന്ന് കിട്ടിയ വിവരം? കോടതിക്ക് മുമ്പാകെ ഇങ്ങനെ രഹസ്യ സ്വഭാവത്തിൽ വെച്ച വിവരം എവിടെ നിന്ന് കിട്ടിയെന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഇവരെ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് അറിയണം. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിന് വിവരം എവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് അറിയണം. ഇനി ഫോറൻസിക് വിഭാഗവുമായി ചോദിച്ച കാര്യങ്ങൾക്ക് തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. NIA എന്ന നിലയിൽ ഈ കേസ് അന്വേഷിക്കുന്ന ഏജൻസി പരമപ്രധാനമായ ഏതെങ്കിലും ഫയൽ ലഭിച്ചില്ല എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിക്കേണ്ട ഏതെങ്കിലും ഫയൽ കത്തിപ്പോയി എന്ന നിഗമനത്തിലെത്തിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 2. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ഫയലുള്ള വിഭാഗമാണോ ഇപ്പോൾ ഈ പറയപ്പെടുന്ന വിഭാഗം? നമ്മളത് മുമ്പ് ചർച്ച ചെയ്താണെങ്കിലും എന്നോട് ചോദിക്കാൻ നിർബന്ധിക്കുകയാണ്. ഈ GAD പൊളിറ്റിക്കൽ വിഭാഗവും ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലും തമ്മിൽ എന്താണ് ബന്ധം? ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളാണ്. ഈ ഫയൽ ഇനി കത്തിയത് തന്നെ നിങ്ങൾ പരിശോധിച്ചോ? ഗസ്റ്റ് ഹൗസ് പോയാൽ കൃത്യമായി കിട്ടാവുന്ന ഫയലുകളാണ്. പിന്നെ എന്തുകൊണ്ട് ഈ ഫയലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടതാണെന്ന് പറയുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 5 വളരെ വ്യക്തമായി ഞാൻ പറയട്ടെ. ഇപ്പോ ഇവിടെ നിങ്ങൾ തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഇതിലെ എല്ലാ ഇനങ്ങളും എനിക്കറിയില്ല, നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വെച്ച് ഞാൻ പറയുകയാണ്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കോടതിയിൽ ഇവര് ഫോറൻസിക് വിഭാഗം എത്ര ഇനങ്ങൾ പരിശോധിച്ചു, അതിൽ എത്ര ഇനങ്ങൾ കൊടുത്തു എന്നറിയില്ല. പക്ഷെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണെങ്കിൽ 45 ഇനത്തിൽ 2 ഇനത്തിന്റെ റിപ്പോർട്ടാണ് കൊടുത്തത്. 43 ഇനങ്ങളുടെ റിപ്പോർട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് ഫൈനൽ ആകുക? എങ്ങനെയാണ് ഇത് ഫൈനൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു ചർച്ച സംഘടിപ്പിക്കാൻ സാധിക്കുക? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6. ഇവിടെ BJP പ്രതിനിധി പറഞ്ഞ സോഴ്സ്, BJPക്ക് ലഭിച്ച സോഴ്സ്, ആ സോഴ്സ് തെറ്റാണെങ്കിൽ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന ഈ സമയം ഒരു നാഷണൽ വേസ്റ്റ് അല്ലേ? ഒരു നാഷണൽ വേസ്റ്റായി മാറില്ലേ?